അവിടെ ഇല്ലേ? കാണാനില്ലല്ലോ. അച്ഛാ ചോ എവിടെ? എന്താ പരിപാടി? പറ്റുമോ കാല്? വീട്ടിലെന്തൊക്കെയാണ് വിശേഷം? വീട്ടിലെ വിശേഷോ? മാവ് പൂത്തു. ഫ്രണ്ടിലത്തെ കുറച്ച് പുല്ലുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് വളർന്നു. പിന്നെ പുറകെ നിന്ന കറിവേപ്പ് അതാരാണ്ട് ഒടിച്ചു കൊണ്ടുപോയി. ഭയങ്കര വിശേഷം തന്നെ. എണ്ണയൊക്കെ തേച്ച് പരിപാടി എന്ത്? അത് ജോലി കൂലി എന്ന് പറഞ്ഞ് കുറേ നടന്നു. നടന്നപ്പോഴേ കുടുംബം നോക്കി. പക്ഷേ എണ്ണ തേച്ച് നേരെ കുളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്ന് നല്ല സുഖമായിട്ട് തേച്ച് നല്ല ഉഗ്ര ഒരു കുളി കുളിക്കും. എവിടെ പോയി കുളിക്കും? പാറവഴി എടുത്ത് ചാടും. നല്ല ആഴമാണ്, ആ സൈഡിലെങ്ങനെ നിന്ന് കുളിച്ചാൽ മതി. അച്ഛന് നന്നായിട്ട് നീന്താൻ അറിയാം മക്കളെ. അതുകൊണ്ട് പാറവെടുത്ത് ചാടിയും കുഴപ്പമില്ല. പിന്നെ പോണെങ്കിൽ പുല്ല് പോട്ട്. പിന്നെന്താണ് പരിപാടി? കുളിച്ച് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി? പിന്നെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചായ കിടക്കണം. അവിടെ പയ്യന്മാരെല്ലാം നോക്കിയിരിക്കുകയാണ് എൻ്റെ പഴയ വീര കഥകൾ കേൾക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2 ദോശ ഇടണം, രസവട ഇടണം, സാമ്പാറെല്ലാം കൂടെ മുക്കി ഒരു അടി അടിക്കും. അത് കഴിഞ്ഞ് പക്ഷെ ചായക്കടയിൽ ഞങ്ങള് കേട്ടത് അത്ര അല്ലല്ലോ. കൂടെ കുറച്ച് പിള്ളേർ കാണും, ലാലോ ഒരാളെ പറഞ്ഞു വിട്ട് കുപ്പി സാധനം എടുക്കും, അവരിരുന്ന് അടിക്കും. ചായക്കടയിൽ തന്നെ ഗ്ലാസ് മേടിച്ചിരുന്ന് അടിക്കും, അവിച്ച് മുട്ട ഇട്ടു അത് കഴിക്കും. മുട്ടപാല് വേണമല്ലോ, ഫ്രീ ആയിട്ട് മേടിച്ചു കൊടുക്കാൻ ആൾക്കാർ കാണുമല്ലോ. മകളെ ഇതൊക്കെ ചുമ്മാ കിംവദന്തികൾ പറഞ്ഞു വരുത്തേണ് അറിയാം. കിംവദന്തി ഒരു തന്തിയില്ല. കറക്റ്റ് റിപ്പോർട്ട് ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഭാഷയെ കണ്ട അവനെ കണ്ടെങ്കിൽ അവൻ ഇടിച്ച് പിടിക്കണം. അവനാണ് റിപ്പോർട്ടുകൾ ഇവിടെ എത്തിയത്. ചുമ്മാ അടങ്ങിയിരിച്ചാ, ഭാഷകളൊന്നും ചെയ്യരുത് കേട്ടാ. ഞാൻ ഒന്നും ചെയ്യില്ല, വെറുതെ ഉമ്മ കൊടുക്കും. ചായക്കടയിലെ പരിപാടി വേണ്ടെന്നാണ് പരിപാടി. ചായക്കട പരിപാടി കണ്ടിട്ട് എനിക്ക് നമ്മളെ ടീമൊക്കെ ഇപ്പം വിട്ട് അവന്മാർ കുടുംബക്കാരന്മാരായി. കൊച്ചി ചെന്ന് കുറെ പയലുകളെ സെറ്റ് ചെയ്യണം. വേണം. ജോയിമാനും കൂട്ടരും പയലുകളെ കൊണ്ടുവന്ന് എനിക്ക് കൊച്ചിയിൽ നിന്ന് പയലിൽ ഇറങ്ങണമല്ലോ. അച്ഛൻ ചുമ്മാ കളിക്കരുത് കേട്ടാച്ചാ. ഒരു അവസരം കിട്ടിയപ്പോ കേറി അങ്ങോട്ട് അർമാദിക്കാ. മര്യാദയ്ക്ക് വീട്ടിലോട്ട് വന്നോളാം. നിങ്ങളെ അമ്മ വരുമോ? അമ്മ വന്നാലും വന്നില്ലെങ്കിൽ അച്ഛൻ എന്താ പ്രശ്നം? അച്ഛനൊരു പ്രശ്നമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറിയില്ല, ശല്യപ്പെടുത്താ വരാതിരുന്നാ മതി. അച്ഛനെന്താ പ്രശ്നം? അച്ഛൻ വീട്ടിലോട്ട് വാച്ചാ. ഒരു കാര്യം പറയാം കേട്ടാ, അച്ഛൻ ഇന്ന് വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ കളി മാറുവേ. ഞാൻ വരാതിരിക്കാനാണ് സാധ്യത. എന്നാ പിന്നെ ഇവിടെ തന്നെ ഇരി. ഇവിടെ നിന്നല്ല കൊതുകിന്റെ കുത്തും കൊണ്ട് വല്ല അസുഖമായിട്ട് അങ്ങോട്ട് പോവാ. ശരിയാക്കി തരാപ്പോ. ബോധമില്ലായിരിക്കണ ആൾക്ക് എന്തൊരു കൊതുകിന്റെ കുത്ത്. നിങ്ങൾ എത്ര വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഞാൻ വരൂല. അച്ഛൻ വരൂല. പിന്നെ വരണ്ട. ഇവിടെ ഇരി. ബാ കേശു. എന്താ ഒക്കെ എടുത്തോണ്ട് പോ. പോവാച്ചാ. ബൈ. കുറച്ച് ദിവസമായി കുഴമ്പൊക്കെ തേച്ചൊന്ന് അച്ഛൻ വരില്ലെന്ന് ഉറപ്പാണോ? വരില്ലെന്ന് ഉറപ്പ്. ഞാനിനി വീട്ടിലോട്ടില്ല. ഞാനൊരു ഫാമിലി മാൻ അല്ല. വാടാ. പോടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.